السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر. صدق الله. قال النبي صلى الله عليه وسلم إن الله تعالى نظر إليهم وعفى عنهم وغفر لهم إلا أربعة. من هؤلاء الأربعة؟ مدمن الخمر وعاق للوالد وقاطع الرحيم ومشاهن. من المشاهن؟ هو المصادم، يعني الذي لا يكلم أخاه فوق 3 أيام. الحديث. قال شفيعنا محمد صلى الله عليه وسلم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ വളരെ പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് 27-ാം രാവാണ്, മാത്രമല്ല വെള്ളിയാഴ്ച രാവും. എന്തുകൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിനെ നാം പ്രതീക്ഷിക്കേണ്ടതായ ഒരു രാവാണ് ഇന്നത്തെ രാവ് എന്നുള്ളത്. നമുക്കറിയാം, നാം ഏവരും രാത്രിയിൽ ഒരുപാട് സമയങ്ങളിൽ ഇബാദത്തിലായിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുകയും മറ്റുള്ള ഖുർആനുമായി ബന്ധപ്പെടുകയും ഒരുപാട് സമയം ഇബാദത്തുമായി കൊണ്ട് ഹയാത്താകുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ അവിടുന്ന് ഇബാദത്തിലായിക്കൊണ്ട് തൻ്റെ ജീവിതം കൊണ്ടു നടക്കുമായിരുന്നു. മാത്രമല്ല, തൻ്റെ അഹ്ലുകാരെ തൻ്റെ അഹ്ലുകാരൊക്കെ വിളിച്ചുണർത്തുകയും മാത്രമല്ല ഇബാദത്തിലായിക്കൊണ്ട് സജ്ജമാവുകയും തൻ്റെ അരയും തലയും മുറുക്കിക്കൊണ്ട് ഇബാദത്തിന് വേണ്ടിക്കൊണ്ട് പ്രത്യേകം സജ്ജമായെന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മൾ വിട പറയുമ്പോൾ നാം ചെയ്ത സുഹൃതങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകവെക്കാവുന്ന ഒരു രാവാണ് 27-ാം രാവ് എന്നുള്ളത്. എന്നാൽ 40 അഭിപ്രായങ്ങളുണ്ട് ലൈലത്തുൽ ഖദർ എന്നാണ് എന്നുള്ളതൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പ്രബലമായിക്കൊണ്ട് മിക്ക അഭിപ്രായങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട 27-ൻ്റെ അന്നാണ്, 27-ാം രാവിൻ്റെ അന്നാണ് ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതെന്ന് മഹാന്മാർ അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്കറിയാം, പഴയകാലം മുതലൊക്കെ നമ്മൾ ലൈലത്തുൽ ഖദറിനെ കൂടുതലായിക്കൊണ്ട് പ്രതീക്ഷിക്കുകയും നേരം പുലരുവോളം ഹയാത്താക്കിയിരുന്നതൊക്കെ 27-ാം രാവിൻ്റെ അന്നാണ്. അന്ന് നമ്മളെ പള്ളികളും അതുപോലെ തന്നെ വീടുകളൊക്കെ സജീവമാണ്. തസ്ബീഹ് നിസ്കാരം കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും മറ്റുള്ള എന്തെല്ലാം സുഹൃതങ്ങളുണ്ടോ അതുകൊണ്ടൊക്കെ നമ്മൾ ധന്യമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ 27-ാം രാവിൻ്റെ അന്ന്. അന്ന് മിക്ക ആളുകളും അതിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അത് അലസമായിക്കൊണ്ട് കളയാറില്ല. തീർച്ചയായിക്കൊണ്ടും എല്ലാവരും അത് ഉപയോഗപ്പെടുത്താറുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത 4 വിഭാഗം ആളുകളുണ്ട്. ഈ 4 വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഓരോ രാത്രിയിൽ നമ്മളിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു തആല നളറ ഇലൈഹിം, അവൻ്റെ അടിമകളിലേക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട രാവുകളിൽ അല്ലാഹു തആല നോക്കും. മാത്രമല്ല വഅഫ അൻഹും, അവർക്ക് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യും. വഗഫറ ലഹും, അവരുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും. ഇല്ലാ 4 വിഭാഗം ആളുകൾക്കല്ലാതെ. വളരെ അടിവരയിട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായ 4 വിഭാഗമാണ് ഈ പറയാൻ പോകുന്നത്. ഈ 4 വിഭാഗത്തിൽ നാം ഉണ്ട് എങ്കിൽ നാം എത്ര ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ടോ, എത്ര തസ്ബീഹ് നിസ്കരിച്ചുകൊണ്ടോ, എത്ര ഉറക്കമൊഴിച്ച് ഇബാദത്ത് എടുത്തത് കൊണ്ടോ നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടാൻ പോകുന്നില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് മുദുമിൽ ഖംറാണ്. ലഹരിയുമായി കൊണ്ട് ബന്ധപ്പെടുന്ന ആളുകളാണോ, നമ്മുടെ മക്കളാവട്ടെ ബന്ധപ്പെട്ടവരാവട്ടെ, അവർക്ക് ലഹരിയുമായി കൊണ്ട് ബന്ധപ്പെട്ടവരാണോ, എന്നാൽ അവർക്ക് ലൈലത്തുൽ ഖദർ കൊണ്ട് പ്രയോജനമില്ല. അതുപോലെ തന്നെ വഅഖുൽ വാലിദി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടാക്കുന്ന, അവരെ ഇടങ്ങാറാക്കിയ മക്കളാണോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടാക്കുന്നവരാണോ, അവർക്കും ഈ ലൈലത്തുൽ ഖദർ കൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല. അതുപോലെ തന്നെ
വഖാത്തിയുർ റഹീം, കുടുംബബന്ധം മുറിച്ചവരാണ്. കുടുംബവുമായിക്കൊണ്ട് ബന്ധുക്കളുമായിക്കൊണ്ട് യാതൊരുവിധ ബന്ധമില്ല, അവരൊക്കെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നടക്കുന്നവരാണോ അവർക്കും പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ കൊണ്ട് യാതൊരു ഉപകാരമില്ല. അതുപോലെ തന്നെ മുഷാഹിൻ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സ്വഹാബത്തുൽ കിറാം ചോദിക്കൊണ്ട് മനിൽ മുഷാഹിൻ യാ റസൂലല്ലാഹ്, അപ്പോൾ റസൂൽ ഹുവൽ മുസാരിമു, എന്താണ് ഈ മുസാരിം എന്നാണ് യഅനില്ലദി ലാ യുകല്ലിമു ഫൗഖ തലാദ്, 3 ദിവസത്തിലേറെ തൻ്റെ സഹോദരനുമായി കൊണ്ട് പിണങ്ങി കഴിയുന്ന ആളുകളുണ്ടോ അവർക്കും ലൈലത്തുൽ ഖദർ കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 4 ആളുകൾ ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നാമോ നമ്മുടെ മക്കളോ ബന്ധപ്പെട്ടവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിക്കൊണ്ടും അതിന് മോചനം നേടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പരിശുദ്ധമാക്കപ്പെട്ട് ലൈലത്തുൽ ഖദർ കൊണ്ട് നമുക്ക് ഉപകാരമുള്ള അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവർ നമ്മളിൽ നാം ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇശാനേഷം ഈ ഇന്നാൻസല സൂറത്ത് 7 തവണ ഓതിയാൽ എല്ലാവിധ ആഫത്ത് ബല മുസീബത്തിന് കാവലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ 2 റക്അത്ത് സുന്നസ്കാരം, അതിൽ 1-ാമത്തെ റക്അത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് 7 തവണ ഓതിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഹൈറും ബറക്കത്തും അതിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായിക്കൊണ്ട് ഈ രാവിനെ ഉപയോഗപ്പെടുത്താം. നാം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.